ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത രണ്ട് ഹൃദയങ്ങൾ പാർട്ട് 2. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. രാവിലെ 7 മണി. അർജുൻ ഓഫീസിലേക്ക് പോകാൻ തയ്യാറാകുകയായിരുന്നു. ഷർട്ട് എടുക്കാൻ അൽമാര തുറന്നപ്പോൾ എല്ലാ ഷർട്ടുകളും ഭംഗിയായി ഇസ്തിരി ചെയ്ത് മടക്കി വെച്ചിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. ഒരു നിമിഷം അവൻ അത്ഭുതപ്പെട്ടു. അമ്മേ, ഷർട്ട് ആരാണ് ഇസ്തിരി ചെയ്തത്? സുജാത ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനല്ല, ദേവികയാണ്. നീ ഇന്നലെ വൈകി വന്നപ്പോൾ രാത്രി തന്നെ എല്ലാം ഇസ്തിരി ചെയ്തു വച്ചതാണ്. അർജുൻ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മനസ്സിൽ ആദ്യമായി ദേവികയോടുള്ള ഒരു പ്രത്യേക കരുതൽ തോന്നി. അടുക്കളയിൽ ദേവിക പ്രഭാത ഭക്ഷണം ഒരുക്കുകയായിരുന്നു. അർജുൻ അകത്തേക്ക് വന്നു. ദേവിക. അവൾ തിരിഞ്ഞു നോക്കി. എന്താ? ഷർട്ടുകൾ. നന്ദി. ദേവിക ചെറുതായി ചിരിച്ചു. അതിൽ നന്ദി പറയാനൊന്നുമില്ല. എന്തുകൊണ്ട്? അതെൻ്റെ കടമയാണെന്ന് തോന്നി. ആ വാക്കുകൾ അർജുൻ്റെ മനസ്സിൽ തട്ടി. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കടമയാണെന്ന് കരുതി ചെയ്യരുത്. ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. ദേവികയുടെ മുഖത്തൊരു നാണപ്പുഞ്ചിരി വിരിഞ്ഞു. ആ വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ അർജുൻ ദേവികയ്ക്ക് ഇഷ്ടമുള്ള ജിലേബി വാങ്ങി. വീട്ടിലെത്തി കവറിൽ നിന്ന് എടുത്ത് അവളുടെ നേരെ നീട്ടി. ഇത് നിനക്കാണ്. ദേവിക അത്ഭുതത്തോട് ചോദിച്ചു. എനിക്കോ? അതെ, അമ്മ പറഞ്ഞു നിനക്ക് ജിലേബി ഭയങ്കര ഇഷ്ടമാണെന്ന്. ദേവികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. ഇത്ര ചെറിയ കാര്യം പോലും ഓർത്തു വെച്ചു. അർജുൻ ചിരിച്ചു. ചെറിയ കാര്യങ്ങളല്ലേ വലിയ സന്തോഷങ്ങൾ തരുന്നത്. രാത്രി വീട്ടുമുകളിൽ ഇരുവരും ടെറസിലിരിക്കുകയായിരുന്നു. തണുത്ത കാശ് വീശുന്നുണ്ടായിരുന്നു. ദേവിക ആകാശത്തേക്ക് നോക്കി ചോദിച്ചു. അർജുൻ, ഓ, നമ്മുടെ വിവാഹം നടന്ന ദിവസം നിങ്ങൾ സന്തോഷവാനായിരുന്നു? അർജുൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ മെല്ലെ പറഞ്ഞു, സത്യമായി പറഞ്ഞാൽ ഇല്ല. ദേവികയുടെ മുഖം ഒന്ന് മങ്ങി. അത് കണ്ട് അർജുൻ ഉടൻ തുടർന്നു. പക്ഷേ ഇപ്പോൾ ഓരോ ദിവസവും നിന്നെ മനസ്സിലാക്കുമ്പോൾ ആ ദിവസം എടുത്ത തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് തോന്നുന്നു. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ആദ്യമായി ഒരു പ്രാർത്ഥന ഉയർന്നു. ഈ മനുഷ്യൻ എന്നും എൻ്റെ കൂടെയുണ്ടാകണം. അതേസമയം അടുത്ത ദിവസം രാവിലെ അർജുൻ്റെ പഴയ സുഹൃത്തായ അനു അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് വരാൻ പോകുകയാണെന്ന് ഒരു ഫോൺ കോൾ വന്നു. ഞായറാഴ്ച രാവിലെ വീട്ടിലെല്ലാവരും ഒരുമിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് വീടിൻ്റെ ബെൽ മുഴങ്ങിയത്. വാതിൽ തുറന്നത് ദേവികയായിരുന്നു. പുറത്തൊരു യുവതി, മുഖത്ത് പുഞ്ചിരി. അർജുൻ വീട്ടിലുണ്ടോ? ദേവിക ചെറുചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു. ഉണ്ട്, വരൂ. അർജുൻ ഹാളിലേക്ക് വന്നതും ആ യുവതിയെ കണ്ടതും ഒരുമിച്ചായിരുന്നു. അനു, എടാ, എത്ര വർഷങ്ങൾക്ക് ശേഷമാണല്ലോ. ഇരുവരും പഴയ സുഹൃത്തുക്കളെ പോലെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ദേവിക അല്പം അകലെ നിന്ന് എല്ലാം നോക്കി നിന്നു. അവളൊന്നും ചോദിച്ചില്ല. പക്ഷേ ഉള്ളിലൊരു ചെറിയ അസ്വസ്ഥത. കുറച്ചു നേരം കഴിഞ്ഞ് സുജാത ദേവികയോട് പറഞ്ഞു, മോളെ, അനു അർജുൻ്റെ കോളേജ് സുഹൃത്താണ്. വർഷങ്ങളായി ഇവർ കണ്ടിട്ടില്ല. ദേവിക പുഞ്ചിരിച്ചു. അറിയാം അമ്മേ. എന്നാൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു ചെറിയ വേദന ഉണ്ടായിരുന്നു. ആദ്യമായാണ് അവൾക്ക് അർജുനനെ മറ്റൊരാളുമായി പങ്കിടാൻ കഴിയാത്ത ഒരു തോന്നലുണ്ടായത്. വൈകുന്നേരം അനു യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിൽ വീണ്ടും നിശബ്ദത. അർജുൻ ടെറസിലേക്ക് പോയപ്പോൾ ദേവിക അവിടെ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. എന്താ ഇന്ന് അധികം സംസാരിക്കുന്നില്ലല്ലോ? ഒന്നുമില്ല ദേവിക, നിന്റെ മുഖം കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അവൾ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ മെല്ലെ ചോദിച്ചു, അനു നിനക്ക് വളരെ സ്പെഷ്യൽ ആളായിരുന്നു? അർജുൻ ഒരു നിമിഷം ചിരിച്ചു. അതെ, നല്ലൊരു സുഹൃത്തായിരുന്നു. ആ മറുപടി കേട്ട് ദേവികയുടെ മുഖം വീണ്ടും മങ്ങി. അത് കണ്ട് അർജുൻ അവളുടെ അടുത്തിരുന്ന് പറഞ്ഞു, ദേവിക, കോളേജ് കാലത്തെ സുഹൃത്താണ്. അതിലപ്പുറം ഒന്നുമില്ല. സത്യമാണോ? സത്യം. അവൻ ആദ്യമായി ദേവികയുടെ കണ്ണുകളിലേക്ക് നേരെ നോക്കി പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണെന്നറിയാമോ? ദേവിക നിശബ്ദമായി നോക്കി.
എൻ്റെ മുന്നിലിരിക്കുന്ന ആളാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആദ്യമായി മനസ്സ് തുറന്ന് ചിരിച്ചു. ആ ചിരി കണ്ടപ്പോൾ അർജുൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായി. താൻ അറിയാതെ തന്നെ ദേവികയെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ വിധി അവർക്ക് ഒരു ചെറിയ സന്തോഷം പോലും നീണ്ടു നിൽക്കാൻ അനുവദിച്ചില്ല. അടുത്ത ദിവസം അർജുൻ ഓഫീസിൽ വെച്ച് ഒരു ഫോൺ കോൾ ലഭിച്ചു. ആ ഫോൺ കോൾ കേട്ടതോടെ അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. അച്ഛന് ചെറിയൊരു അപകടം പറ്റിയിട്ടുണ്ട്, ഉടൻ ആശുപത്രിയിലേക്ക് വരൂ. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ട് ഞാൻ വേഗം ഇടാം കേട്ടോ.